ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ തെളിവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖല ആഗോള നിക്ഷേപകരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് 33,711 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുങ്ങുന്നു. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. 4 പുതിയ തൊഴിൽ കോഡുകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി മലയാള ചിത്രങ്ങൾ. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് മലപ്പുറത്ത് തുടക്കം. 3000-ലേറെ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെയും ഉറച്ച നിലപാടിന്റെയും തെളിവാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചാണക്യ പ്രതിരോധ സംഭാഷണം 2025 മൂന്നാം പതിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു രാഷ്ട്രപതി. പ്രതിരോധ പരിഷ്കാരങ്ങൾ, സാങ്കേതിക പരിവർത്തനം, സിവിൽ സൈനിക സമന്വയം, വികസിത ഭാരതം 2047 ലക്ഷ്യമിട്ടുള്ള സുരക്ഷാ മുൻഗണനകൾ എന്നിവ ചർച്ച ചെയ്യുന്ന പരിപാടിയിൽ ദേശീയ അന്തർദേശീയ വിദഗ്ധർ പങ്കെടുക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഒഡീഷ നിയമസഭയെ അഭിസംബോധന ചെയ്യും. ചരിത്ര നിമിഷത്തിനായി കാത്തിരിക്കുകയാണെന്ന് സംസ്ഥാന പാർലമെന്ററി കാര്യമന്ത്രി മുകേഷ് മഹാലിംഗ് പറഞ്ഞു. നിയമസഭാംഗമായും മന്ത്രിയായും ഒഡീഷയിൽ സേവനമനുഷ്ഠിച്ച ശ്രീമതി മുർമു ഝാർഖണ്ഡ് ഗവർണറായും ചുമതല നിർവഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡിസംബർ 3 തിരുവനന്തപുരത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. നാവിക ദിനത്തോട് അനുബന്ധിച്ചുള്ള നാവികസേന ശക്തി പ്രകടനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാനാണ് രാഷ്ട്രപതി തിരുവനന്തപുരത്ത് എത്തുന്നത്. ഡിസംബർ 3 തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്ന രാഷ്ട്രപതി അന്ന് വൈകിട്ട് 5 മണി മുതൽ ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന നാവിക ശക്തി പ്രകടനം വീക്ഷിക്കും. ശംഖുമുഖത്തെ പരിപാടിക്ക് ശേഷം രാജ്ഭവനിൽ എത്തുന്ന രാഷ്ട്രപതി പിറ്റേന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങും. ഇന്ത്യയുടെ ബഹിരാകാശ മേഖല ആഗോള നിക്ഷേപകരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൈ റൂട്ട് ഇൻഫിനിറ്റി ക്യാമ്പസ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ മേഖലയിൽ സർക്കാർ നിരവധി ചരിത്രപരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കി. സ്വകാര്യ നിക്ഷേപകർക്കായി ബഹിരാകാശ മേഖല തുറന്നുകൊടുത്തതായും വരും ദിവസങ്ങളിൽ ആഗോള ബഹിരാകാശ സമ്പദ്വ്യവസ്ഥ പലമടങ്ങ് വളരുമെന്നും യുവജനങ്ങൾക്ക് വളരെയധികം പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണഘടനാ ദിനത്തിൽ പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡോക്ടർ അംബേദ്കറിനും ഭരണഘടനാ നിർമ്മാണത്തിൽ അദ്ദേഹം വഹിച്ച പങ്കിനും ഉചിതമായ ആദരമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും. നടൻ രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടും എന്ന ചിത്രം ഗാല പ്രീമിയർ വിഭാഗത്തിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചു. മലയാളത്തിന്റെ അഭിമാന ചിത്രങ്ങളിലൊന്നായ കിരീടം റിസ്റ്റോർഡ് ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശനത്തിനെത്തി. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായുള്ള പരിശീലന പ്രദർശനം ഇന്ന് വൈകിട്ട് അക്കാദമി മൈതാനിയിൽ നടക്കും. നാളെ രാവിലെയാണ് ബിരുദദാന ചടങ്ങ്. ശനിയാഴ്ച നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ പ്രതിരോധ സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നാളെ വരെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. 2 ഘട്ടമായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് 33,711 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുങ്ങുന്നു. ത്രിതല പഞ്ചായത്തുകളിൽ 28,127, മുനിസിപ്പാലിറ്റികളിൽ 3,569, കോർപ്പറേഷനുകളിൽ 2,015 എന്നിങ്ങനെയാണ് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുങ്ങുന്നത്. പോളിംഗ് സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കണം എന്നതുൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. ഡിസംബർ 9, 11 തീയതികളിലാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കോഴിക്കോട് ജില്ല. മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കി പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. LDF, UDF, NDA കോർപ്പറേഷൻ തല കൺവെൻഷനുകൾ ഇതിനകം നടന്നു. വാർഡ് തല കൺവെൻഷനുകളും നടന്നു വരികയാണ്. UDF-നായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, LDF-നായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരങ്കരിയും RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയസ് കുമാർ എന്നിവരും NDA-ക്കായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷൻ K സുരേന്ദ്രൻ എന്നിവരും പ്രചാരണത്തിലെത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളെത്തും. ബോർഡ് എഴുത്തുകളും നേരിട്ടുള്ള വോട്ട് അഭ്യർത്ഥനയ്ക്കും ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലും വാർ റൂം ശക്തമാണ്. കോഴിക്കോട് ജില്ലയിൽ 6324 പേരാണ് മത്സരങ്ങൾക്കുള്ളത്. രാജ്യത്തിന്റെ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. ഇത് ഭരണഘടന നൽകുന്ന ഉറപ്പും സംരക്ഷണവുമാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ദീർഘവീക്ഷണവും കൃത്യതയുമുള്ള ഭരണഘടനയാണ് രാജ്യത്തിന്റെ ശക്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ഭരണഘടനാ ദിനാചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള തപാൽ ബാലറ്റ് അപേക്ഷകർക്ക് അയച്ചു കൊടുക്കുമ്പോഴും വോട്ട് രേഖപ്പെടുത്തി വരണാധികാരികൾക്ക് തിരികെ അയക്കുമ്പോഴും തപാൽ സ്റ്റാമ്പ് ആവശ്യമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 1,63,36,737 ആയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിതരണം ചെയ്ത ഫോമുകളുടെ 49.32% 100 ഫോമുകളിൽ താഴെ ഡിജിറ്റൈസ് ചെയ്ത BLOമാരുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. 4 പുതിയ തൊഴിൽ കോഡുകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിജ്ഞാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ തൊഴിലാളി സംഘടനകളുമായി തൊഴിൽ മന്ത്രി V. ശിവൻകുട്ടി ചർച്ച നടത്തുന്നു. സംസ്ഥാനം കരട് ചട്ടം രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് സംഘടനകൾ എതിർപ്പറിയിച്ച പശ്ചാത്തലത്തിലാണ് ചർച്ച. അതേസമയം തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടാണ് പുതിയ തൊഴിൽ നിയമങ്ങളിൽ ഉള്ളതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് മലപ്പുറത്ത് തുടക്കം. കാഴ്ച, കേൾവി പരിമിതർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി 3032 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഭിന്നശേഷി സൌഹൃദമായി പ്രത്യേക റാമ്പ് അടക്കം സജ്ജമാക്കിയ വേദികളിൽ 106 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. ശബരിമലയിലെ സ്വർണം അപഹരിച്ച കേസിൽ 8ാം പ്രതിയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ A. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വൈകിട്ട് 4 വരെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. ഹൈക്കോടതിയിലേക്കുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാൻ പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് നടപടി. ഇടുക്കി കുട്ടിക്കാനത്തിന് സമീപം അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞു. 25 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം. 2024 സീം നാഷണൽ എനർജി മാനേജ്മെന്റ് പുരസ്കാരങ്ങളിൽ പ്ലാറ്റിനം അവാർഡാണ് തിരുവനന്തപുരത്തിന് ലഭിച്ചത്. 2023 തിരുവനന്തപുരം ഈ വിഭാഗത്തിൽ സുവർണ പുരസ്കാരം നേടിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 188 പോയിന്റ് ഉയർന്ന് 85,825 നിഫ്റ്റി 32 പോയിന്റ് നേട്ടത്തിൽ 26,239 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 93,680 രൂപയും ഗ്രാമിന് 11,710 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബൌദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന കായികോത്സവം ബഡ്സ് ഒളിമ്പിയ 2025 കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആരംഭിച്ചു. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ ഉദ്ഘാടനം ചെയ്തു. 35 ഇനങ്ങളിൽ 300ഓളം കായിക താരങ്ങളാണ് മത്സരിക്കുന്നത്. വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് സമ്മാനദാനം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ തെളിവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖല ആഗോള നിക്ഷേപകരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് 33,711 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുങ്ങുന്നു. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. 4 പുതിയ തൊഴിൽ കോഡുകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച് മന്ത്രി V. ശിവൻകുട്ടി. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി മലയാള ചിത്രങ്ങൾ.
സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് മലപ്പുറത്ത് തുടക്കം 3000-ലേറെ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.